ഫ്രണ്ട്സ്, ഇന്ന് മൊഡ്യൂൾ 2 മാനേജ് എക്കണോമിക്സ് പറയാനായിട്ടിരിക്കുകയാണ്. നല്ലൊരു കിടിലൻ ടോപ്പിക്കാണ്. ഡിമാൻഡ് അനലിസിസ്, ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിമാൻഡ് ഡിസ്റ്റിങ്ഷൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആപ്ലിക്കേഷൻ, മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, യൂട്ടിലിറ്റി, ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ യൂസിങ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി, ഇൻഡിഫറൻസസ് കർവ്സ്, ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, അതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. നല്ല എളുപ്പമുള്ള ടോപ്പിക്കാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. നമുക്കൊന്ന്, എന്താണ് ഡിമാൻഡ്? ഈസ് ഇറ്റ് ഡിസയറിങ് ഓർ വിഷിങ് ഫോർ സംതിങ്? ഈസ് ഇറ്റ് വാണ്ടിങ് സംതിങ്? The term demand refers to the quantity demanded of a commodity per unit of time at a given price. It implies a desire backed by an ability and willingness to pay. Mere desire to purchase a commodity does not mean it is his demand for the commodity. നമുക്ക് എന്താണ് ഡിമാൻഡിനെ പറ്റി ഒന്ന് പറഞ്ഞാലോ, സംസാരിച്ച ഡെഫിനിഷനെ പറ്റി. അക്കോർഡിംഗ് ടു ബെൻഹാം എന്ന് പറഞ്ഞ ആൾ ചെയ്തതാണ്. ദ ഡിമാൻഡ് ഫോർ എനിത്തിങ് അറ്റ് എ ഗിവൺ പ്രൈസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇറ്റ് വിച്ച് വിൽ ബി ബോട്ട് പെർ യൂണിറ്റ് ഓഫ് വോളിയം അറ്റ് ദാറ്റ് പ്രൈസ്. ആൻഡ് ഇൻഡിവിജ്വൽസ് നീഡ് ഓർ ഡിസയർ ഫോർ എ ഗുഡ് ഓർ സർവീസ് അറ്റ് എ ഗിവൺ പ്രൈസ്. Individuals are willing to consume more of product or service at a lower price. When the demand is high, competitors see opportunity in the market. നമുക്കൊന്ന് നോക്കിയാലോ. Requirements: desire of a specific commodity, sufficient resources to purchase the desired commodity, willingness to spend the resources, availability of the commodity at certain price, certain place, certain time. Law of demand states that other things equal, the quantity demanded of a good falls when the price of the good rises and vice versa. Other things being income of consumer, price of substitutes and complementary goods, consumers' tastes and preferences. The demand curve. The law of demand can be presented through a curve called the demand curve. It is the locus of points showing various alternative price quantity combinations. It shows the quantities of a commodity that consumers or users would buy at different prices per unit of time under the assumptions of the law of demand. Demand schedule. എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ? ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അത് അതിൻ്റെ പ്രൈസും കാണിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിൻ്റെയും കാണിക്കും. ഇതാക്കണ്ട, ക്വാണ്ടിറ്റി ഡിമാൻഡ് കാണും, പ്രൈസും കാണിക്കും. ഇതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇതാ 0, അങ്ങനെ 0.00, ക്വാണ്ടിറ്റി വരും 12, 0.50 വരും 10, 1.00 8, 1.50 6, 2.00 4 ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, 2.50 2, 3.00 ഇങ്ങനെ കാണിക്കുന്നു. ഇതാ ഗ്രാഫ് കോട്ട് ചെയ്താൽ കണ്ട നമ്മുടെ ഇതാ ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഓരോ ഗ്രാഫും കോട്ട് ചെയ്ത് പോയിൻറ്റ്സ് എടുക്കാം നമുക്ക്. കണ്ട അവസാനത്തത് കണ്ട വന്ന് 3 ഇതാ ഇങ്ങനെ ഓരോ പോയിൻറ്റ്സ് കോട്ട് ചെയ്ത് വന്നു. അപ്പം നമ്മൾ പോയിൻറ്റ്സ്, ഈ ഗ്രാഫ് നിങ്ങൾ വരച്ച് പഠിക്കുക. പ്രൈസ് ഓഫ് ഐസ്ക്രീമിൻ്റെ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ വേറൊരു ഇതാക്കി നമ്മൾ ഇത് വരച്ച് എല്ലാവരും ഇമ്പോർട്ടൻ്റായി ഈ കർവ് വരയ്ക്കാൻ മറക്കരുത്. നമുക്ക് എന്താണ് വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ്? ഇൻകത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകും, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ടാകും, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായി എല്ലാവരും സ്ലോപ്സിൻ്റെ കാര്യങ്ങളാണ്. എന്താണ് ഇൻകം ഇഫക്റ്റ് എന്ന് നോക്കാം. The change in the quantity demanded caused by a
price change effect on real income, which measures a person purchasing power. When the price of a goods increases, your real income increases, or you can now buy more of everything. Let's say you buy 10 liters of milk. നമ്മൾ 10 liters of petrol എന്നും പറയാം a week, and the price of milk is rupees 2 per liter. നമ്മൾ എക്സാമ്പിളായിട്ട് പെട്രോളും പറയാം, പെട്രോൾ പറയാം, ഡീസൽ പറയാം, ഓയിൽ പറയാം, ക്രൂഡ് ഓയിൽ. യു ആർ സ്പെൻഡിങ് rupees 20 a week on milk. Now the price of the milk decreases to rupees 1 per liter. You can now buy 20 liters of milk a week for the same amount of money, or you can buy 10 liters of milk and more of other goods. നമുക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിലും ഇത് എക്സാമ്പിളായിട്ട് ഇൻകം ഇഫക്റ്റിൽ പറയാം. നമ്മൾ നോക്കിയാലോ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കൊന്ന് പ്രൈസ് കുറച്ച് കളിച്ചാലോ. A lower price of a good causes a person to buy more of that good instead of alternative goods. If the price of coffee increases, people will start to consume tea. കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടീയുടെ പീപ്പിൾ വിൽ സ്റ്റാർട്ട്സ് കൺസ്യൂം ടീയിലേക്ക് വരും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. എ ലോവർ പ്രൈസ് ഓഫ് എ ഗുഡ് കോസസ് എ പേഴ്സൺ ടു buy more of that good instead of alternative goods. അത്രയേ ഉള്ളൂ. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ അതിനെപ്പറ്റി. ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഇടയ്ക്കൊരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം വന്ന് ക്ഷമിക്കണം എല്ലാവരും. റെസ്പോൺസിബിൾ for increases in demand of a commodity which price falls. When a person buys a commodity, he exchanges his money income with the commodity in order to maximize his satisfaction. He continues to buy the goods and services so long as marginal utility of money MUM is less than marginal utility of the commodity MUC. എന്താണ് ഫാക്ടേഴ്സ് നോക്കാം. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ വരുമ്പോൾ എസെൻഷ്യൽ കൺസ്യൂമർ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ്, നോർമൽ ഗുഡ്സ്, പ്രസ്റ്റീജ് ഓർ ലക്ഷറി ഗുഡ്സ്, ടേസ്റ്റസ് ആൻഡ് പ്രിഫറൻസസ്, എക്സ്പെക്റ്റേഷൻ അബൌട്ട് ഫ്യൂച്ചർ പ്രൈസസ്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്, പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി, ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് national income. Price of commodity. Price is the most important determinant of demand. A demand curve plots combinations of prices and quantity demanded. A shift price causes a shift along the demand curve. A change in price causes a shift along the demand curve. A shift along the demand curve is referred to as a shift in the quantity demanded. A shift in any other variable except price causes a shift in the entire demand curve. A shift in the entire demand curve is referred to as a shift in demand. Price of substitutes and complementary goods. A good that causes an increase in the demand for another good when its price increases is called substitute good. Goods that causes a decrease in the demand for another good when its price increases is called complementary goods. Income of the consumer. നമുക്ക് നോക്കിയാലോ കൺസ്യൂമറിന് എങ്ങനെയാണ് ഇൻകം. ചേഞ്ചസ് ഇൻ ഇൻകം ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസസ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. A good whose demand decreases with an increase in income is called an inferior good. A goods whose demand increases with an increase in income is called a normal goods. എന്താണ് tastes and preference? Demand curves can shift due to changes in tastes over time. For example,
Demand for bell-bottom pants was high in the 1970s but low in the 2000. Expectation about future prices. An increase in the expected future price of a goods increases current demand. A decrease in the expected future price of a goods decreases current demand. For example, when a good is temporarily put on scale, people stock up on the good. Demonstration effect and snob effect. നമുക്കൊന്ന് സംസാരിച്ചാലോ ഈ രണ്ടിനെ പറ്റി. എൻ്റെ അമ്മു, when the new commodities enter the market, rich people buy them first. Example, fashion items, electronic items. Others copy this behavior as a result of jealousy and social inferiority and in order to show status. Demonstration effect, bandwagon effect. When a commodity becomes the thing of common use, rich people stop or decrease the consumption of the commodity. Snob effect. Population. Total domestic demand for a product depends on the size of the population. Given the price, per capita income, tastes and preference, the larger the population, the larger the demand for the product. Distribution of national income. If national income is evenly distributed, the demand for normal goods will be largest. Whereas if national income is unevenly distributed, if the majority of the population belongs to the low income groups, market demand for essential goods will be largest. Expectations to low of demand. Expectations regarding future price, status goods, given goods, price quality relationships. Status goods, Veblen goods എന്നും പറയും. Demand function. A function states the relationship between two more variables. In a given market, in a given period of time, the demand function for a commodity is the relation between the various amounts of a commodity that might be bought and the determinants of those amounts. The demand function. The market demand is a function of many factors and may be expressed as follows. QDX, F into PTX PTCIPRE. QDX is the quantity demanded of goods and service. PX is the price of X. T represents consumers' taste and preference. C is the number of consumers. I represents total consumers' income and its distribution. Represents prices of related goods and അടുത്ത ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. When the quantity demanded changes as result of change in price alone, other factors remaining the same, the change is depicted represented by the movement up or down on a given demand curve. This does not require drawing a new demand curve. എന്താണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് നോക്കിയാൽ, ചേഞ്ച് ഇൻ ഡിമാൻഡ് വേഴ്സസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ചേഞ്ച് ഇൻ ഡിമാൻഡ് നോക്കാം. ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് കർവ്. An increase in demand is represented by a rightward outward shift in the demand curve from D1 to D2. A decrease in demand is represented by a leftward or inward or shift in the demand curve from D1 to D3. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് കണ്ടാ, നമ്മുടെ പ്രൈസും കൊടുത്തിട്ടുണ്ട്, ബുഷൽസ് പെർ ടൊമാറ്റോസ്, ബുഷൽസ് ഓഫ് ടൊമാറ്റോസ് പെർ വീക്ക് കണ്ട. ഇങ്ങനെ പ്രൈസ് ഈ ഗ്രാഫ് വരച്ചെടുക്കുക. ഒന്നിൽ ഡിമാൻഡ്
ഇൻക്രീസസ് ഇൻ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. പോയിൻ്റ് ക്ലോട്ട് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും വരച്ച് പഠിക്കുക. ഇതെല്ലാവരും concept of elasticity. Elasticity is the measure of the responsiveness of one variable to another. The greater the elasticity, the greater the responsiveness. Elasticity of demand is the responsiveness of the quantity demanded of a good to changes in one of the variable on which demand depends. Elasticity of demand. Elasticity of demand is an important variation on the concept of demand. Demand can be classified as elastic, inelastic, unitary. Unitary പറഞ്ഞു. ഇനി അടുത്ത ഇലാസ്റ്റിക് ഡിമാൻഡ് ഇറ്റ്സ് world in which the change in quantity demanded due to a change in price is large. The inelastic demand is one in which the change in quantity demanded due to a change in price is small. ഇൻലാസ്റ്റിക് വരുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് ചെറുതാവും, ഇപ്പുറത്തെ പ്രൈസ് ലാർജാവും. ഇലാസ്റ്റിക് ഫസ്റ്റ് നമുക്ക് എന്തായാലും അടുത്ത ഡിഫൈനിങ് ഇലാസ്റ്റിസിറ്റീസ് നോക്കാം. When the price elasticity is between 0 and 1, we say demand is relatively and inelastic. When the price elasticity is between 1 and infinity, we say demand is relatively elastic. When price elasticity is 0, we say demand is perfectly inelastic. When price elasticity is infinite, we say demand is perfectly elastic. When price elasticity is 1, we say demand is unit elastic. Type of elasticity of demand: price elasticity of demand, income elasticity of demand, cross elasticity. Price elasticity of demand. The price elasticity of demand is the percentage change in quantity demanded and divided by the percentage change in price. Calculation elasticity. The price elasticity of demand is calculated by using my formula. Percentage change in quantity demanded divided by percentage change in price. Calculating price elasticity of demand. To calculate the price elasticity of demand, we express the change in price as a percentage of the average price, the average of the initial and new price, and we express the change in the quantity demanded as a percentage of the average quantity demanded, the average of the initial and new quantity. Price elasticity of the demand. These figures calculates the price elasticity of demand for pizza. The price initially is $20.50 and the quantity is demanded is 9 pizzas an hour. കണ്ട, ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റി ഓഫ് പിസ്സയുടെ പ്രൈസും കൊടുത്തിട്ടുണ്ട്, ഡോളർ പിസ്സ. അത് കണ്ട, ആ പോയിൻ്റ് കണ്ട, അതോടുകൂടി കോട്ട് ചെയ്യുക. അടുത്ത ഇത് കണ്ട, ഈ ഗ്രാഫ് അങ്ങ് കോട്ട് ചെയ്ത് വരയ്ക്കുക. ഇലാസ്റ്റിസിറ്റി, ന്യൂ പോയിൻറ്റ്, ഒറിജിനൽ പോയിൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് നോക്കിയാലോ. ദ പ്രൈസ് ഫോൾസ് ടു $19.50 and the quantity demanded increases to 11 pizzas an hour. The price falls by $1 and quantity demanded increases by 2 pizzas an hour. The average is $20 and the average quantity demanded is 10 pizzas an hour. കണ്ട, ആ ന്യൂ പോയിൻറ്റ്, ഒറിജിനൽ പോയിൻ്റ് കൊടുത്തേക്കുന്നത്. Price elasticity of demand. The percentage change in quantity demanded, percentage dq is calculated as dq by q average, which is 2/10 equal 1/5. The percentage change in price percentage
dp is written as dp by p average, which is delta 1 by delta 20 1 by 20. ഇതാണ് കാണിച്ചിരിക്കുന്നത് ഒരു the price elasticity of demand is percentage dq divided by percentage dp. Demand quantity divided by demand product. 1 by 5 divided by 1 by 20. അപ്പോൾ 20 by 5 ഇപ്പോൾ 4 point സംതിങ് വരും. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ അതനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കിയാലോ. പി ഡി എഴുതുക അല്ലേ, ഈക്വൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. എഴുതുക. കണ്ട ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ പി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഡിഫറെൻറ്റ് ഫോർമുലാസ്, ഡിഫറെൻറ്റ് ആൻസേഴ്സാണ്. മോർ ഫോറിൻ ഓതേഴ്സ് യൂസ് ദ ഫസ്റ്റ് ഫോർമുല. ഇൻ ടെക്സ്റ്റ് ബുക്ക് വി യൂസ് സെക്കൻഡ്. തേർഡ് ഫോർമുല ഈസ് കറക്റ്റിംഗ് മെഷർ relative difference P1 with respect to P0. However, for and 2 points you won't necessarily get the same forward backward answer P1 P0. P1 minus P0 divided by P0 not necessarily equal to P0 minus P1 divided by P1. For exam use the second. Exams in മാത്രം യൂസ് ചെയ്യാം formulas. Type of price elasticity of demand. Demand can be inelastic, unit elastic, elastic, and can range from 0 to infinity. If the quantity demanded doesn't change when the price changes, when the price elasticity of demand is 0 and the goods has a perfectly inelastic demand. അടുത്തൊരു ഗ്രാഫാണ് ഇത്, നിങ്ങൾ വരയ്ക്കേണ്ട ഒരു ഗ്രാഫാണ്. Price elasticity of demand. This figure illustrates the case of a goods that has a perfectly inelastic demand. The demand curve is vertical. Perfectly inelastic, elasticity 0 ആണ്, D1. ഈ കർവ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വരയ്ക്കണം. Types of price elasticity of demand. If the percentage change in the quantity demanded equals the percentage change in price, the price elasticity of demand equal once and the good has unit elastic demand. Unit elasticity of demand കണ്ട ഗ്രാഫ് കണ്ട D2 ഇങ്ങനെ വന്ന് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ കർവ് വരയ്ക്കുക, പ്രൈസും ക്വാണ്ടിറ്റിയും കാണിച്ചിട്ടുണ്ട്, ഇത് വരയ്ക്കുക. If the percentage change in the quantity demanded is infinitely larger when the price barely changes, the price elasticity of demand infinity and the good has a perfectly elastic demand. Perfectly elastic demand കണ്ട പ്രൈസും കണ്ടിട്ടുണ്ട്, ഇത് വരച്ചേക്കുന്നുണ്ട. ഈ ഇലാസ്റ്റിസിറ്റി D3 വരച്ച് നടക്കുന്ന ഒരു വാല്യൂ എടുത്ത് 10 സെലക്ട് ചെയ്ത്. അപ്പോൾ നമുക്കിനി അടുത്ത ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ടൈപ്സ് ഓഫ്. ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് സ്മോളർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1 ആൻഡ് ദ goods has inelastic demand. If the percentage change in the quantity demanded is greater than the percentage change in price, the price elasticity of demand is greater than 1 and the goods has elastic demand. Price elasticity of demand. Elastic along a straight line demand curve. This figure shows how demand becomes less than elastic as the price falls among the linear demand curve. കണ്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ അടുത്ത കർവ് ഇതും സെയിം തന്നെ. നമ്മൾ വിചാരിച്ച പോലെ ഈ കർവുകളെല്ലാം prices above the midpoint of the demand curve, demand is elastic. At prices below the midpoint of the demand curve, demand is inelastic. For example, if the price falls from rupees 25 to rupees 15, the quantity demanded increases from 0 to 10
0 to 20 pesos an hour. The average price is $20 and the average quantity is 10. The price elasticity of demand is 20 by 10 and divided by 10 by 20, which equals 4. If the price falls from $10 to $0, the quantity demanded increases from 30 to 50 pesos an hour. The average price is $5 and the average quantity is 40. The price elasticity of demand is 20 by 40 divided by 10 by 5, which equals 1 by 4. If the price falls from $15 to $10, the quantity demanded increases from 20 to 30 pesos an hour. The average price is 12 to 50 and the average quantity is 25. The price elasticity of demand is 25 5 by 12.5, which equals 1. Importance of price elasticity of demand. The determination of price and output. Price discrimination and price determination of cost of joint supply. Determination of sales policy used in international trade. Importance in determining what goods to tax. Importance in analyzing the time lags in production. Influence the behavior of a firm. Time period. Demand determinants of elasticity. Time period. The longer the time under consideration, the more elastic a good is likely to be. Number and closeness of substitutes. The greater the number of substitutes, the more elastic the proportion of income taken up by the product. The smaller the proportion, the more inelastic. Luxury or necessity. For example, addictive drugs. Possibility of postponing the purchase. Place of the commodity in the consumer budget. Prevailing price level of the commodity. Income elasticity of demand. The income elasticity of demand measures how the quantity demanded of a good responds to a change in income, other things remaining the same. The formula for calculating the income elasticity of demand is percentage change in quantity demanded divided by percentage change in income. The formula for calculating income elasticity can be stated as delta Q by Q, delta M by M. EM is equal to delta Q by Q into M by delta M. Q the original demand, M the original income. Delta Q the change in demand, the change in income on delta M. Income elastic type of goods. Goods with positive income elasticity of demand. Demand increasing if income increases or demand decreases if income decreases are normal goods. Goods with negative income elasticity of demand. Demand increases if income decreases and decreases if income increases are inferior goods. Types of income elasticities. If the income elasticity of demand is greater than 1, demand is income elastic and the goods is a normal good. If the income elasticity of demand is greater than 0 but less than 1, demand is income elastic and the goods is a normal good. If the income elasticity of demand is less than 0, the goods is an inferior good. Advertisement and promotion elasticity of demand measures the magnitude of the relative rise in the sales of a commodity in response to a given rise in the expenditure in advertisement or sales promotion. Ex into proportionate change in demand for X commodity divided by proportionate change in
the advertisement expenditure. The formulas കൊടുത്തിട്ടുണ്ട്. The formula letting price elasticity can be delta q divided by delta a by a. Ex is equal to delta q by qx into delta a by a, the original demand, a the original advertisement, the change in demand delta q, the change in advertisement expenditure. എന്തെല്ലാം നമ്മൾ ഒരു ടോപ്പിക്കുകൾ നല്ല രീതിയിൽ കടന്നു, നമ്മൾ വിജയകരമായി കടന്നുകൊണ്ടിരിക്കുകയാണ്. സർവേസ് ഡെൽഫി മെത്തേഡ് കുറേ ഉണ്ട്, നമ്മൾ തീർത്തിരിക്കും. ഇന്ന് തന്നെ തീർത്തിരിക്കും. കുറേ ഉണ്ട്, ഇപ്പോൾ കുറേ പേജുണ്ട്. ഇനി നമ്മൾ ഇന്ന് തന്നെ തീർത്തിരിക്കും. നോക്കട്ടെ, ഇനി നമ്മൾ അപ്പോൾ ടോപ്പിക്കുകൾ നമ്മൾ തിരിച്ച് ഇതങ്ങ് പോവാം. വന്ന ഒരിത് യൂട്ടിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്, ഇനി എക്സ്പെരിമെൻസിനെ പറ്റിയും പറയുന്നുണ്ട്. അതിനെപ്പറ്റി എല്ലാം കുറേ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇതിന് വലിയ ക്ലാസ് ആവാനുള്ളതാണ്. നമ്മൾ വിചാരിച്ച പോലെ വലിയ ക്ലാസ്. അടുത്ത യൂസ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. Elasticity of demand is very useful to business firms to find out the impact of their advertisement expenditure on the demand for their commodity. Future expression innovations and modifications are planned by business firms with the help of promotional elasticity of demand. The substitutes complements unrelated goods. കണ്ട, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ്. ഫോർ കോംപ്ലിമെൻറ്റ്സ് വരുമ്പോൾ നെഗറ്റീവ് വരും. അൺറിലേറ്റഡ് വരുമ്പോൾ ഡിമാൻഡ് ഈസ് 0 വരും. ഇത്രയേ ഉള്ളൂ. ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡെഫിനിഷൻ നോക്കാം. മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പർട്ടിക്കുലർ ഗുഡ്സ് ടു ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. EC into percentage change in quantity demanded of the product divided by percentage change in price of product. ഇത്രയേ ഉള്ളൂ. The formula of elastic elasticity delta by qx by qi delta p by py, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ് നോക്കാം. ഫോർകാസ്റ്റിംഗ് ഈസ് ദ എസ്റ്റിമേഷൻ ഓഫ് ദ value of a variables at some future point in time. A forecasting exercise is usually carried out in order to provide an aid to decision making and in planning the future. Accurate demand forecasting is essential for a firm to enable it to produce the required quantities at the right time and arrange well in advance for the various factors of production with raw material, equipment, machine, accessories, labor, buildings. വരും. അടുത്തതാണ് ക്രൈറ്റീരിയ ഓഫ് ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തഡ്. ആക്യുറസി, എ ഡിഗ്രി ഓഫ് ഡീവിയേഷൻ ബിറ്റ്വീൻ ഫോർകാസ്റ്റ് ആൻഡ് ആക്ച്വൽ. ദ എക്സ്റ്റെൻറ്റ് ഓഫ് സക്സസ് ഫോർകാസ്റ്റിംഗ് ഡയറക്ഷൻ ചേഞ്ച്. സിംപ്ലിസിറ്റി ആൻഡ് യൂസ് ഓഫ് കോംപ്രിഹെൻഷൻ, എക്കോണമി, അവൈലബിലിറ്റി, മെയിൻ്റനൻസ് ഓഫ് ടൈംലിനെസ്. നമുക്ക് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നോക്കാം. ഒപ്പീനിയൻ സർവേ, കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ്, സാമ്പിൾ സർവേ മെത്തേഡ്, ഡെൽഫി മെത്തേഡ്, എക്സ്പേർട്ട് ഒപ്പീനിയൻ, കളക്റ്റീവ് ഒപ്പീനിയൻ, നെയ്വ് മോഡൽസ്, സ്മൂത്തിങ് ടെക്നിക്സ്, മൂവിങ് ആവറേജ്, എക്സ്പൊണൻഷ്യൽ average, analysis of time series and trend projection, use of economic indicators, controlled experiment, judgmental approach. Opinion surveys നോക്കിയാലോ. Generally used where the purpose is to make a short run forecast of demand. Surveys conducted to collect the information about consumers' intention and their future purchase. The types: complete enumeration method, sample survey method. Opinion surveys are complete enumeration method. All potential users of the product are contacted and are asked about their
future plan of purchasing the product. It can be used successfully only in case of those products whose consumers are concentrated in a certain region or loyalty. Consumers themselves may not know their actual demand, hence may be unable or unwilling to answer. If they answer, the answers to hypothetical questions may not be real. Opinion survey, sample survey method. Only a few potential consumers and users of the product from relevant market through a sampling method are surveyed. Method of survey may be through direct interview or mailed questionnaire. അത്രയേ ഉള്ളൂ. ഡെൽഫി മെത്തേഡ് എന്താണെന്ന് നോക്കാം. It is consists of an effort to arrive at a consensus in an uncertain by questioning group of experts repeatedly until the results appear to converge along a single line of the issues causing disagreement are clearly defined. Developed by Random Corporation of the USA in 1940, Olaf, Helmer, Darkey and Gordon useful in technological forecasting, non-economic variable. Delphi method is named after a famous oracle whose proceeded in the ancient Greek city of Delphi, an oracle interceded between the men and goods. ഡെൽഫി മെത്തേഡ് കുറേ ഉണ്ട്. നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെൽഫി മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞു. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് പോയിൻറ്റ്സ് ആണ്. യൂട്ടിലിറ്റി എന്താണ്? ഒറിജിനലി ഇൻട്രൊഡ്യൂസ്ഡ് ടു സോഷ്യലി തോട്ട് ബൈ ജെറമി ബെന്തം ഇൻ ദ 18th century. Introduced to economics William Stanley Jefferson. Refers to the power or property of a commodity to satisfy human needs. Form utility, place utility, time utility, service utility. ഈ യൂട്ടിലിറ്റീസ് പഠിച്ചെടുക്കുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ദ വൺ സാറ്റിസ്ഫൈങ് പവർ in a demand is good is said to be its utility. The cardinal utility, measurement of utility, cardinal utility, ordinary utility അങ്ങനെ കൊടുത്തേ. Law of diminishing margin unity നോക്കാം. It is a psychological fact that when a person acquires more and more units of the same commodity during a particular time, the utility he derives from the successive units will diminish. In other words, the additional satisfaction derived from the additional units of a commodity goes on decreasing. ഇതൊരു ഡെഫിനിഷനാണ്. H.S. Gusen was the first economist to explain the law of diminishing marginal utility and the law of equimarginal utility in 1854. W.S. Jevons named them as Gusen first second law of consumption in 1890. Marshall, in his Principle of Economics, developed this analysis in a refined manner. Assumptions ഒന്ന് നോക്കിയാലോ. The law of diminishing marginal utility is based on the cardinal measurement of utility. Utility is measured in terms of money. The law assumes that the marginal utility of money is constant. There should not be any time gap between the consumption of one unit and the other unit. The units of the commodity are homogeneous. The consumer is assumed to be a rational economic man. He has the knowledge about the market. ഓരോ ഇത് കഴിഞ്ഞു. മാർജിനൽ യൂട്ടിലിറ്റീസ് ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി കണ്ട ഡയഗ്രാം ഓഫ് ടാബുലേഷൻ കൊടുത്തേക്കുന്നുണ്ട. ഇതങ്ങ് വരച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇത് കഴിഞ്ഞു. ഏകദേശം
നമ്മൾ എന്താണ് ഇതെന്ന് പറഞ്ഞ് ഇൻ്റർഫറൻസ് കർവ് കണ്ട ഈ കർവ് വരച്ച് പഠിക്കുക. ഇൻക്രീസ് സാറ്റുറേഷൻ എല്ലാം വരച്ച് പഠിക്കുക. ബേസിക് അസംഷൻ റാഷണാലിറ്റി കോംപ്ലീറ്റ് ആൻഡ് നോൺ സാറ്റേഷൻ ആക്സിയം കൺവെൻഷൻ കൺട്രി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓർഡിനൽ യൂട്ടിലിറ്റി consistency or transitivity, convexity and diminishing marginal rate of substitution. Interference curve, interference map പറഞ്ഞിട്ടുണ്ട്. A way to graphically represent preference, a way to interference curves. ഇതാണ് കൊടുത്തേക്കുന്നത്. ഓരോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. Marginal rate of substitution figure shows the calculation of the marginal rate of substitution. The margin rate of substitution is the margin magnitude of the slope of an interference curve. First, well calculate MRS at point C. Chewing water bottle കണ്ടല്ലോ ഇങ്ങനെ കർവ് പോകും. Marginal rate of substitution. Draw a straight line with the same slope as the interference curve at point C. The slope this line is 8 packs of the gum divided by 4 bottles of water, which equals 2 packs of gum per bottle of water. കണ്ട ഈ ഡയഗ്രാം വരച്ച് പഠിക്കുക. ഈ ഡയഗ്രാം വാട്ടർ ബോട്ടിൽസിൻ്റെ കൊടുത്തിട്ടുണ്ട്, ച്യൂയിങ് ഗമ്മിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തു. നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു നമ്മൾ ഏകദേശം കർവ്സിൻ്റെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇൻകം ഇഫക്റ്റിന് നമുക്കൊന്ന് പറഞ്ഞാലോ. ഇൻകം എഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻവോൾവ്സ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗുഡ്സ് X1 ആൻഡ് ഗുഡ്സ് X2 or vice versa due to change in relative price of the two goods. The income effect results from an decrease in the consumer real income or purchasing power as a result of the price change. The sum of these two effects is called the price effect. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്, ഇൻകം എഫക്റ്റും ഉണ്ട്. ഒന്നിൽ പർച്ചേസിങ് പവറിനെ പറ്റിയോ ഒന്ന് റിലേറ്റീവ് പ്രൈസിനെ പറ്റിയാണ് ഇൻകം എഫക്റ്റിൽ പറഞ്ഞത്. നമുക്കൊന്ന് നോക്കിയാലോ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ കൺസംപ്ഷൻ ഓഫ് ബണ്ടിൽ ഡിമാൻഡ് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ ടു ഗുഡ്സ് വിത്ത് പർച്ചേസിങ് പവർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഇൻകം എഫക്റ്റ് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ കൺസംപ്ഷൻ ബണ്ടിൽ demanded because of the change in the purchasing power as a result of price change in with relative price held constant. Hicksian method ഉണ്ട്, Slutsky method ഉണ്ട്. The income and substitution decomposition of price effect into income and substitution effect can be done in survey. Hicksian method ഉണ്ട്, Slutsky method ഉണ്ട്. ഇത്രയേ ഉള്ളൂ. എല്ലാം സിമ്പിളായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സിമ്പിളായി. താങ്ക് യു വെരി മച്ച്. ഈ ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ കഴിഞ്ഞു.